ഹലോ ഹലോ ഹലോ, കമ്പിളിക്കുട്ട, നീ ട്രെയിനിൽ കയറിയാ? ഞാൻ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കയറിയാ? എല്ലാം കറക്റ്റ് ആണല്ലോ. എല്ലാം ഓക്കെയാണ്. പിന്നെ നീ എന്റെ ടിക്കറ്റ് എവിടെ? ടിക്കറ്റാ? ടിക്കറ്റ് ഞാൻ ഫോണിൽ അയച്ചിട്ടുണ്ട്. തന്നെ മറ്റേ അയാൾ വരുമ്പോ ഞാൻ എടുത്ത് കാണിക്കണ്ടേ? ആര് വരുമ്പോ? മറ്റേ RT-PCR TTC ടിക്കറ്റ്. എന്തോ അത്? അയാൾ വരുമ്പോ ഇത് കാണിക്കണ്ടേ? ഫോൺ എടുത്ത് കാണിച്ചാ മതി. ശരി ശരി ശരി. നീ അങ്ങ് എത്തിയാ? ഞാൻ എത്തിക്കോളാം. നീ എങ്ങനെയും വാടകയൊന്ന് അനുസാറിന്റെ അടുത്ത് പറഞ്ഞ ഞാൻ പെട്ടെന്ന് വരുമെന്ന്. വന്നില്ലേലും കുഴപ്പമില്ല. എന്താ ചെയ്യും? വന്നില്ലേലും കുഴപ്പമില്ലെന്ന്. ഞാനാണ് അവിടെ മെയിൻ. ഞാനാണ് പിടിക്കുട്ടായി. ഞാൻ ചെന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് പുഴുക്കത്തേ ഉള്ളൂ. ഹലോ, ഞാൻ ഇതുവരെ തിന്നിട്ടില്ല സപ്രിങ്ങോട്ടിങ് ഒരെണ്ണം. നമ്മൾ തിന്നാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തിന്നണം. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും. അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്. മറ്റെല്ലാം ചുമ്മാ. അല്ല, വേറെ കാര്യമുണ്ട്. പേരൊക്കെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല. അതാണ് സപ്രിങ്ങോട്ടിങ്. നമ്മൾ ചാടി വീണ് മേടിക്കും. നാളെ ഒരു 5-6 ആപ്പിളും കീറിയിട്ട് അമ്മ അവിടെ പോയി കിടന്ന് സ്കിറ്റ് കളിച്ച് ചാവണ്ടായിരുന്നു. ഹലോ രാജേഷ്, ആർ യു മാഡ്? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ് പ്ലീസ്. നിങ്ങൾ ഇത്ര സില്ലിയുടെ എടുക്കുന്നേ? ഈ മാറ്റർ എന്താണെന്ന് അറിയത്തില്ല. ഗവൺമെന്റിന് എന്നെ ഒരുപാട് ഭീഷണി അയക്കാവുന്ന വലിയൊരു കേസിന്റെ ഭാഗത്തിലാണ് ഞാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ഗവൺമെന്റ് പ്ലെയർ അല്ലേ. പ്ലീസ് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഈ ട്രെയിനിൽ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ഏറ്റവും വലിയ സില്ലി തിങ് ആണ്. പക്ഷെ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് പറ്റില്ല കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ്സ് എവിഡൻസ് ആണ് എൻ്റെ ഇരിക്കുന്നത്. അതിന് ഞാൻ എന്ത് പറയാനാണ്? ഓക്കെ ഓക്കെ, ഐ വിൽ മാനേജ്. എക്സ്ക്യൂസ് മീ, ഇത് ഏതാ വണ്ടി? തീവണ്ടി. ഹലോ, ഇത് എ കൂപ്പയാണോ ബി കൂപ്പയാണോ? ഏതാ ഒരു വാപ്പാ സാറ്? ഞാൻ കയറ്റി മത്തായി. കുറേശ്ശെ കയറ്റണം, അല്ലെങ്കിൽ മത്താവും. എന്റെ പേരാണ് പറഞ്ഞത്, കോശി തങ്കം മത്തായി. ഞാനൊരു പ്ലീഡറാണ്. അതുപോലും പറയാൻ അറിഞ്ഞൂടാ. കോട്ടും സൂട്ടും ഇട്ട് അടക്കാണ്. പ്ലീഡർ അല്ല, ലീഡർ. ഏത് പാർട്ടിയുടെ ലീഡർ? പാർട്ടിയുടെ ലീഡർ അല്ല, ഗവൺമെന്റ് പ്ലീഡർ. ഗവൺമെന്റ് വക്കീലാണ്. മനസ്സിലായോ? സ്വല്പം മാനേഴ്സ് കാണിക്കാം. നിങ്ങള്? ഞാൻ അമ്പലിക്കുട്ടായി. എന്ത് ചെയ്യുന്നു? ഞാൻ മറ്റേ കോമഡി മാസ്റ്റേഴ്സ് അമൃത ടിവിയിൽ സ്കിറ്റ് കളി. കോമഡി പരിപാടിയിൽ ആർട്ടിസ്റ്റാണ്. ഫാമിലി കൂടെ ഉണ്ടോ? ഇല്ല, ഫാമിലി വൈഫ് വീട്ടിലാണല്ലേ? അതിലുള്ള ആർട്ടിസ്റ്റിനെ തന്നെയാണ് വിവാഹം കഴിച്ചത്? അല്ലല്ലല്ല, അവിടെ ഒരു പെൺകുട്ടിയായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പാലയൻസ് ഉണ്ടായിരുന്നു? ആലീസുമായിട്ടല്ല, എലീന പഠിക്കലോ. എന്താണ് സംഭവം? 2-3 വട്ടം എന്നെ ഒന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അത് ഒരു വീട്ടില് 2 മണ്ടത്തരം കാണിക്കുന്നവര് വേണ്ട. ഞാനായിട്ട് തീരുമാനിച്ചു, ഒരു കാട്ടിൽ ഒരു സിംഹം മതിയെന്ന്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ. കുറച്ച് മെയിൽസ് ഒക്കെ നോക്കാനുണ്ട്. എന്തോ സാറേ ഇത്? ഇത് ലാപ്പ്. അത് ഞങ്ങളെ ഫ്ലോറിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ലാപ്പോ? ഓവർ ലാപ്പ്. 1001 ഫലിതങ്ങൾ. ശ്രീവിദ്യ മുല്ലച്ചേരി എഴുതിയ 1001 ഫലിതങ്ങൾ. കുട്ടി അഖിൽ എഴുതിയ 1001 ഫലിതങ്ങൾ. ഹലോ 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 ഹലോ, ഇത് തമാശയാ? ഫലിതങ്ങളാ? നല്ല ഫലിതങ്ങൾ. ഇത് എല്ലാം ഫ്രഷ് ആണ്. പിന്നെ ശ്രീവിദ്യ എഴുതിയത് 1000 എണ്ണം പഴയതാ, 1 എണ്ണം ഫ്രഷാ. കുട്ടി അഖിൽ എഴുതിയ 1 എണ്ണം ഫ്രഷാ, 1000 എണ്ണം പഴയതാ. പക്ഷെ വില കുറവുണ്ട്. വില കുറവുള്ളതാ. എടുത്തോ. കുട്ടി ശ്രീവിദ്യ മുല്ലശ്ശേരി. കുറച്ചു നേരം ചിരിക്കാം. 1001 ഫലിതങ്ങൾ. ഇതാണോ ശ്രീവിദ്യ മുല്ലശ്ശേരി? 1001 ഫലിതങ്ങൾ. മിസ്റ്റർ, ഹലോ, പ്ലീസ് ബി ക്വൈറ്റ്. കീപ് ക്വയറ്റ്. ഹലോ. യെസ് യെസ്, നിഷാദ്. യാ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഡു ഇറ്റ്. ഡോണ്ട് വെറി മാൻ. ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടില്ലേ വരുന്നത്. 1-2 മെയിൽസ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ. ഹേ മാൻ, പ്ലീസ് ബി സൈലന്റ്. ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യരുത്. ആ മെയിലൊന്ന് ചെക്ക് ചെയ്യോ. You're very disturbing to me. Please, be silent for a short time. Yes, sure. No. Is this?
ആ കൗണ്ടർ അനുസാരം അനുസരിച്ചിരിക്കും. യെസ്, അതൊന്ന് ചെക്ക്. യെസ്. Next minute. Yeah, check it. ഒരു മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ അത്യാവശ്യം മെയിൽസ് അയച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇയാളൊക്കെ എന്തിനാണ് ഈ വേറെ വെരി ലോക്കൽ പീപ്പിൾസ് ആണ്. ഓ ലഞ്ച് ടൈം. ഓ വെരി നൈസ്. വെരി നൈസ്. ഓക്കെ, let's do it. Sorry. Let's do it. Okay. എന്തോ സാറേ ഇതോ, ഇത് ബ്ലേസ് ബ്ലാക്ക് റഷ്യൻ ഡൊമിനോമൻ റെയർ വിസ്കി. ഇതിന്റെ വില എത്രയെന്നറിയോ? $5,000. അയ്യോ, Yeah. ശരി, എനിക്കൂടെ തരുമോ? How dare you talk like this? എങ്ങനെ തോന്നി ഇത് ചോദിക്കാനായിട്ട്? ഞങ്ങൾ റെപ്യൂട്ടഡ് പേഴ്സൺസ് കഴിക്കുന്നത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉള്ള സ്പേസിൽ ഞങ്ങൾ കഴിക്കുന്നതാണ്. എനിക്ക് എന്തായാലും ലഞ്ചിന് മുമ്പ് എനിക്ക് 2 കഴിക്കുന്ന ഒരു ശീലമുണ്ട്, അതുകൊണ്ടാണ്. Blaze Black. Rare thing. ഈ സാധനം കണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ സുകുമാരാണ് ഉണ്ടാക്കുന്നത്. നല്ല കീടിലെ വാറ്റ്. വാറ്റ് എന്താണ് ഇതൊക്കെ? ഇതൊക്കെ ഒരു മിനിറ്റ്. കുറേയും കാശുള്ള സാധനം കുടിച്ച് ഊതി കളയുന്നു. കഴിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, രീതിയുണ്ട്. ഇതിനറിയാമോ? ഒറ്റ പെക്കൂതി എന്റെ തലച്ചോറില്ലേ പമ്പര കണക്ക് കറങ്ങും. കൃഷ്ണമണി ഉരുണ്ട് ഉച്ചി കയറും. ആക്കില്ലേ, ആക്ക് കുഴിഞ്ഞകത്ത് പോയി കരടിൽ നിന്ന് കൈ എടുത്തിട്ട് പറയും, അളിയാ ഇടുന്ന സാധനം വരുന്നത് എന്നിട്ട് ഇത് നമ്മൾ കുടിക്കത്തില്ല. നന്നായിട്ട് ആഹാരം കഴിക്കും. ആഹാരം കഴിക്കും. രാവിലെ കക്കൂസ് ചെന്നിരുന്നോണ്ടല്ലോ വയറിനീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയും. അല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനും തുടങ്ങാം. ഇത് 2 ഗ്ലാസ്. അത് ഞാൻ ചേട്ടൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനും ചേട്ടൻ ഒരുമിച്ചിരുന്നേ കുടിക്കുള്ളൂ. ഓ, അങ്ങനെയാണ്. ഇത് വേണ്ട. എന്ത് പറ്റി? ഞാൻ ഇരുത്തി ചേട്ടനെ കുടിക്കൂ. ഭയങ്കര കുടിയാ. അതെന്തോ സാറേ? ഇതോ, ഇത് ടച്ചിങ്സ്. എന്തോ അച്ചാറ? ആൽമാസ് കേവിയർ കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതായത് ഇത് ആൽബിനോ ഫിഷ് എന്ന് പറയും. ഈ കനേഡിയൻ ഗ്രീക്കിൽ മാത്രം മുട്ടയിടുന്ന 60 വയസ്സോളം പ്രായമുള്ള ആൽബിനോ ഫിഷിന്റെ മുട്ടകളാണ്. വെരി റയർ, കോസ്റ്റ്ലി. കേട്ടോ, എന്റെ അടപ്പ് തന്നെ നല്ല കോസ്റ്റ്ലി. ഇരുന്ന് വീഡിയോ ഇരിക്കുന്ന 90 വർഷം പഴക്കമുള്ള അമ്മുമ്മ ഭരണിയിലിട്ടുണ്ടാക്കിയ നല്ല പുളിഞ്ചിക്ക അച്ചാർ. നിങ്ങൾക്ക് അതിനത് നല്ലത്. പക്ഷെ ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതാണ് വേണ്ടത്. ചെറിയ രീതിയിലൊക്കെ അതിന്റെ നാട്ടം തന്നെ നിങ്ങൾ എങ്ങനെ കഴിച്ച് സഹിക്കുമെന്ന് പറയാം. ഹായ് രമേശ്, ഐ എം ഓൺ ദ വേ. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തു. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. ആ ഫസ്റ്റ് ഡോക്യുമെന്റ്സ് മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സംഘടിപ്പിച്ചു, കുഴപ്പമില്ല. ഓക്കെ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഓക്കെ. The whole thing. Yes. ഷാർട്ട് ടൈമിൽ അവിടെ ഉണ്ടാവണം കേട്ടോ. ഷാർട്ട് ടൈം. യെസ്, നമ്മളിടയ്ക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ടായി പോകുന്നത്. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാനും പറ്റത്തില്ല. കൊട്ടൂടി. അഴയതുള്ള ഇച്ചിരി കൂടിപ്പോയി. ഭയങ്കര രസമാണ്. വെരി ഗുഡ്. That's very nice. It's very bad. Always I remember. Every time in my life I do it. മെയിൽ മാറിപ്പോയി. ആർക്കു കുഴപ്പമില്ല. Mrs. Bambino, are you permissible? Well done. Let's take once more. Okay. മിസ്റ്റർ പേര് പറഞ്ഞു? അമ്പളിക്കുട്ടൻ. AC ആണ് ഭയങ്കര ചൂടല്ലേ?
ചൂടാ ഇതൊക്കെ ഇട്ട് ഈ കോട്ട് സൂട്ടൊക്കെ ഊരി അല്ല കളഞ്ഞ ഈ സ്ഥാനത്തിന് അങ്ങനെ ഒരു വിഷയമുണ്ട് നമ്മൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ ഇത് സാധാരണ നോർമൽ കഴിയുമ്പോൾ അങ്ങനെ വിഷയമില്ല അങ്ങനെ ഉണ്ടാവാറില്ല ഊരി കളയാ ഫസ്റ്റ് ടൈം വെരി ഫസ്റ്റ് ടൈം ഇതിന്റെ തന്ന മിസ്റ്റർ രമേശ് ഹായ് മിസ്റ്റർ രമേശ് അത് നിങ്ങളുടെ ബ്ലേസ് ബ്ലാക്ക് കുറച്ച് മാറ്റമുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം തരുന്ന പോലെ അല്ലല്ലോ കുറച്ച് മാറ്റമുണ്ട് അത് അതിന്റെ ഒരു മാറി ഓക്കെ 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 വെരി വെൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ഐ മീൻ ഓക്കെ യാത്രയല്ലേ ഓക്കെ ഐ ക്യാൻ മാനേജ് ഓ ഞങ്ങൾ നമുക്ക് ഓക്കെ ഓക്കെ ഓ എന്നിട്ട് സുരേഷ് എല്ലാ പ്രാവശ്യവും കാനഡ യൂസ് എന്നൊക്കെ വരുന്ന സമയത്ത് തരുന്ന സാധനം നമുക്കത് കൊണ്ടുതരും നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് അപ്പൊ ഇത് ആ സമയത്ത് വിഷയമില്ല ഞങ്ങൾ 7 ബഗ്ഗങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കഴിക്കും ഒരു വിത്തൗട്ട് എനി ഗ്യാപ്പ് അപ്പോഴൊന്നും ഒരു വിഷയം ഇപ്പൊ ഇത് എന്തോ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് ടച്ചിങ്സ് കാൽവിനോ ഫിഷ് വെരി വെൽഡൻ ഞാൻ അങ്ങനല്ലേ ചേരുമ്പടിയല്ലേ ചേരൂ ഇതാരുണ്ടാക്കുന്നെന്ന് പറഞ്ഞ ഇതാരുണ്ടാക്കുന്നെന്ന് പറഞ്ഞു അതിന് അമ്മൂമ്മ അമ്മൂമ്മ പുള്ളിക്കാരി ഒന്ന് പരിചയപ്പെടണം കേട്ടോ പുള്ളിക്കാരി ഞാൻ ഡൽഹിയിൽ കൊണ്ടുപോകും ഞാൻ കേസ് വാദിക്കാനെ കാണിച്ചു കൊടുക്കും ഞാൻ വെച്ചോളാം അങ്ങനെ വല്ലാതെ ഭയങ്കര ചൂട് തന്നെയല്ലേ ഇവിടെ രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഷ്ടമെന്ന് നോക്കിയാണ് ജീനോ ഞങ്ങൾ ഇതേപോലുള്ള പ്രൈവറ്റ് പ്രൈസുകളിലൊക്കെ ഞങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഞങ്ങൾ എൻജോയ് മൂഡാണ് അവിടെ ഞങ്ങൾ പ്രൊഫഷണൽസ് നമ്മൾ സംസാരിക്കത്തില്ല ഫുൾ എൻജോയ്മെന്റ് പാട്ട് പാടും ഡാൻസ് കളിക്കും പലരും പല രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് നമുക്കതിലെ ഒരു രസം ജീവിതത്തിൽ എപ്പോഴും കേട്ടില്ലല്ലോ ഡാൻസ് ബാറിലൊക്കെ പോയിട്ടുണ്ടോ ഡാൻസ് ടോപ്പിൽ പോയിട്ടില്ല ഇടയ്ക്ക് പോകണം ആ ഡാൻസ് ടോപ്പിൽ കയറണം അവിടെയുള്ള രസം എന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും മുഖം തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഉള്ള ഇരിപ്പുണ്ടോ ഇല്ല സാറേ ടിഷ്യൂ പേപ്പർ ഇല്ലേ അതിന്റെ ഇരിപ്പുണ്ടല്ലോ ടിഷ്യൂ പേപ്പർ ഓക്കെ അയ്യോ തുടച്ചോ പേപ്പർ വേണമെങ്കിൽ തുടച്ചോ അച്ഛനെ വേണമെങ്കിൽ തുടച്ചോളാം എന്ത് ചെയ്യുന്നടാ ചൂട് സഹിക്കാൻ അസഹനീയമായ ചൂടാണ് ചില നേരം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാലേ വരത്തുള്ളൂ ഐ ക്യാൻ മാനേജ് സംടൈംസ് ചില നേരം പറ്റില്ല മിസ്റ്റർ അമ്പിളിക്കുട്ടൻ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അവിടെ ചെന്ന് നിങ്ങൾ എന്താണ് അവിടെ പരിപാടി എന്താണ് സംഭവം അടിച്ച ഒരു മൂടൊക്കെ വേണ്ടേ ഒരു മൂട് വരട്ടെ എന്തെന്നറിയാമോ നമ്മൾ ഈ ഒഫീഷ്യൽ രീതിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വരത്തില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ രീതിയിൽ തന്നെ മാറണം അത്രേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ നമുക്ക് ആ രീതിയിൽ നമ്മളൊരു ഗവൺമെന്റ് പ്രിയറൊക്കെ പറഞ്ഞ അതൊക്കെ അവിടെ പോകുമ്പോഴേ ഉള്ളൂ ആവണ്ട മാറണം സംഭവം പാട്ടൊക്കെ നമ്മൾ പാടിത്തരാം പാട്ട് പാട്ട് പോലല്ലേ രസിക്കുന്നില്ല പഴയ ആൾക്കാരായിട്ട് പാട്ടൊന്നും ഇഷ്ടപ്പെടില്ല വേറൊരു പാട്ട് ഞാൻ പ്ലേ തരാം അത് കിഴുകറി ചക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചങ്കുകളെല്ലാം വിളിച്ച് കൂടണ കല്യാണം അതെ RT-PCR വരും എന്തുവാണ് ഇത് ഇത് ട്രെയിനിലാക്കാം ഇത് മാന്യന്മാർ യാത്ര ചെയ്യുന്ന സ്ഥലമല്ലോ സാറേ വന്നപ്പം പോലും തുടങ്ങിയ സാർ ഉപദ്രവം ടിക്കറ്റ് സീറ്റ് നമ്പർ പറ സീറ്റ് നമ്പർ 9947 വേണം തന്റെ മൊബൈൽ നമ്പർ അല്ല തന്റെ സീറ്റ് നമ്പർ പറയാൻ സീറ്റ് നമ്പർ ഒന്നുമില്ല ഇത് എന്തുവാണോ ഈ കാണിച്ചത് ഇറങ്ങണോ ലോക്കൽ ഡൽഹി സോറി സാർ ഇങ്ങനെ കുറച്ച് പ്രശ്നമാണ് സാർ എങ്ങോട്ടാ ഞാൻ സുപ്രീം കോടതി ഡൽഹി ഓക്കെ സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അച്ഛനാണോ ഇതിനകത്ത് ലോക്കോ പൈലറ്റ് അതെന്താ സാർ നേരത്തെ അങ്ങോട്ട് കൊണ്ട് പോയവരൊക്കെ നിങ്ങളുടെ മുഖമാണ് സാറിന്റെ ടിക്കറ്റ് ഒന്ന് കാണിക്കോ സാറേ ഇത് മൊബൈൽ ടിക്കറ്റ് ഫേസ് ആപ്പ് ആണ് ഫേസ് ആപ്പ് സെറ്റ് ചെയ്യാൻ സാറേ ഇത് എറണാകുളം വരെ ഉള്ളൂ
എറണാകുളത്ത് ഹൈക്കോടതി ഇല്ലേ? ഡൽഹിയിലല്ലേ സുപ്രീം കോടതി? എറണാകുളത്ത് ഹൈക്കോടതി ഉണ്ടല്ലോ. ആ. ഞാൻ എറണാകുളത്ത് ഹൈക്കോടതിയിൽ എനിക്കൊരു കേസുണ്ട്. ഞാൻ ആ കേസ് വാദിച്ചിട്ട് സ്വന്തമായി ഞാൻ അങ്ങ് തോക്കും. എന്നിട്ട് ഞാൻ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കും. എന്നിട്ട് ആ കേസ് ഞാൻ വാദിച്ച് ജയിച്ച് അവരെ പുറത്തിറക്കും. അതല്ലേ കട്ട ഹീറോയിസം. നടക്കട്ടെ, നന്നായിട്ട്. താങ്ക് യു. എന്റെ ലാപ്ടോപ്പ് കണ്ടില്ല. അയ്യോ, എന്റെ സുപ്രീം കോടതി എവിഡൻസ് എന്നെ തൂക്കിക്കൊല്ലേ ഉള്ളൂ. അയ്യോ, എന്റെ ജോലിയും പോവല്ലോ. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ജീവിക്കാനൊരു വഴിയില്ലല്ല. അമ്പിളിക്കുട്ടൻ അങ്ങനെ ആരും വന്നിരുന്നില്ല. ഓക്കെ, ഹലോ, അമൃത TV അല്ലേ? ഡയറക്ടർ അനൂപ് രാമേന്ദ്ര സാറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ? വേറൊന്നുമില്ല, കുട്ടികൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഓക്കെ, താങ്ക് യു.